പാട്ട് പാടാം. ദൈവകൃപയിൽ ആശ്രയിച്ചെന്നുള്ള പാട്ട് കൈയടിച്ച് പാടിയാട്ട്. നമ്മുടെ കാലം ചെയ്ത അലക്സാണ്ടർ തിരുവേനി പറഞ്ഞിട്ട് ഒരു പാട്ട് എല്ലാവരും കൈയടിച്ച് പാടണം. അതുകൊണ്ട് കൈയടിച്ച് പാടിയിട്ട് ദൈവകൃപയിൽ ഞാൻ അവൻ വഴി അനുഗമിച്ചിടും ലോകമോ എല്ലാവരും കൈയടിച്ചോട്ടെ. സുഖമോ തരികിൽ സുഖവും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമൺ എനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമൺ എനിക്ക്. ദൈവകൃപയിൽ ഞാൻ അവൻ വഴികളെ അനുഗമിച്ച് ചുവടുകളെ അനുഗമിച്ച് വേദന ഫലശോധന മമ ജീവിത ആമീൻ മനോവേദന മമ ജീവിത ിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥനാവൻ ചാരി ഞാൻ ശ്രീക്കുന്നു. മാറാതേറിടുമ്പോൾ ആത്മനാഥനാവൻ മാറിൽ ചാരി. കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ അനുഗമിച്ച് ചുവടുകളെ അനുഗമിച്ച്. കഴിഞ്ഞ ആഴ്ചയിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവ് പല വിഷയങ്ങൾക്ക് നമുക്ക് പരിഹാരം തന്നു. അനേകർ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. രോഗങ്ങൾ, അങ്ങനെ പ്രയാസങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം നമുക്ക് നന്മ നൽകി. ഇന്ന് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേകർ വന്നു, ദശാംശം സമർപ്പിക്കാനായിട്ട് വന്നു. ചിലരൊക്കെയും ദേവാലയത്തിനകത്ത് സ്തോത്ര പ്രാർത്ഥനയോടെയിരുന്നു. അവർക്കെല്ലാം വേണ്ടി നമുക്ക് അടുത്ത വരികൾ പാടാം. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന തേനവേൻ, എത്ര നല്ല മതിയായവൻ എന്നെ കരുതുന്ന എൻ്റെ ആവശ്യം മടുത്ത സഹായകൻ എൻ്റെ ആയെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ദൈവകൃപയിൽ ഞാൻ ശ്രീച്ച് അവൻ വഴികളെ ഞാൻ അനുഗമിച്ചിടും. അവനോടെ അനുഗമിച്ചിടും. നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹത്തിൻ്റെ പകൽക്കാലമായി തീരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളിൽ വന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരിവിടെയുണ്ട്. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ ദേവാലയത്തിൽ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലിരിപ്പുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന കർത്താവ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കർത്താവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആരാധന കഴിയുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം സമാധാനം ലഭിക്കാൻ, സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ ഇടവരണേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ അവിടുന്ന് കേട്ടിരിക്കുന്നുവല്ലോ, ഞങ്ങളുടെ യാചന അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. ദൈവവചനത്തിൽ നിന്ന് ഞങ്ങൾ ധ്യാനിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങളനുസരിച്ച്, ചിന്തകളനുസരിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ. അടിയനെയും ബലപ്പെടുത്തണമേ, കേൾവിക്കാരെ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെയും ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കാം.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 5 മുതൽ ഉള്ള വാക്യമാണ് ദേവൻഗരനായി വായിച്ചു കേട്ട ഭാഗം. ഇന്ന് വിദ്യാഭ്യാസ ദിനമാണ്. ഇന്ന് ആരാധനയ്ക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലുള്ള അധ്യാപകരാണ്. അതുകൊണ്ട് അവരെ കൂടുതലായി ഓർക്കുകയും അധ്യാപകരെ ഓർക്കുകയും വിദ്യാഭ്യാസത്തെ ഓർക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഒരു വർഷം 3 പ്രാവശ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും വേണ്ടി പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്ന സമയമാണ്. അതൊന്ന് ജൂൺ 1-ാം ഞായറാഴ്ച, അന്ന് സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം 1-ാം ഞായറാഴ്ച, അത് വിദ്യാഭ്യാസ ദിനമായിട്ട് കൊണ്ടാടുന്ന ദിവസമാണ്. അത് കഴിഞ്ഞ് നവംബർ 1-ാം ഞായറാഴ്ച, അത് സൺഡേ സ്കൂൾ. അങ്ങനെ ഒരു വർഷം 3 പ്രാവശ്യം നമ്മൾ വിദ്യാഭ്യാസ മേഖലയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. ഇന്ന് എവൻഗേലിയനായി വായിച്ചു കേട്ട ഭാഗം വിദ്യാഭ്യാസവുമായി ബന്ധമില്ല എന്ന് നമുക്ക് തോന്നിയാലും അത് ദൈവത്തിലൂടെ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. ദൈവിക സത്യത്തിലേക്ക് നയിക്കേണ്ട വിദ്യാഭ്യാസം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. ദൈവിക സത്യത്തിലേക്ക് നയിക്കേണ്ട വിദ്യാഭ്യാസം. കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമായി, അതായത് ഈ ലോകത്തിലുള്ള ശുശ്രൂഷ അവസാനിച്ച് തൻ്റെ ക്രൂശ് മരണം വഹിപ്പാൻ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള തൻ്റെ വിടവാങ്ങൽ പ്രസംഗമായിട്ടാണ് ശിഷ്യന്മാരുമായി ഈ ഭാഗം പങ്കുവയ്ക്കുന്നത്. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ടാണ് യേശു പറയുന്നത്. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പിതാവും പുത്രനും തന്നിൽ തന്നെ ഒന്നാണെന്നും ദൈവത്തിങ്കലേക്കുള്ള വഴി താൻ മാത്രമെന്നും യേശു ഇവിടെ വിവരിക്കുകയാണ്. നമ്മൾ ലോകത്തിൽ എന്തെല്ലാം നേടുവാൻ ശ്രമിച്ചാലും എന്തെല്ലാം വെട്ടിപ്പിടിക്കുവാൻ ശ്രമിച്ചാലും ദൈവത്തിങ്കലേക്കുള്ള വഴി ഇത് മാത്രമാണെന്ന് യേശു ശിഷ്യന്മാരോട് വ്യക്തമാക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം അറിവ് സമ്പാദിക്കുക മാത്രമല്ല. അതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, അഗ്നി കത്തിക്കലാണ്. അഗ്നി കത്തിക്കലാണ്. ഒരഗ്നി ഒരിടത്തുണ്ട്, ഒരു തീക്കൊള്ളി ഒരിടത്തുണ്ട്. അത് കത്തിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മളിൽ എല്ലാവരിലും അറിവുണ്ട്. ആ അറിവ്, പരിജ്ഞാനം അവ കത്തിച്ച് ആ കത്തി ജ്വലിക്കുന്നതായിട്ടുള്ള ദീപശിഖ പോലെ കത്തി ജ്വലിക്കുന്നതായിട്ടുള്ള ഒരനുഭവമാണ്. ഈ സ്പോർട്സിലൊക്കെ നമ്മൾ ദീപശിഖ കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ സ്പോർട്സ് തീരുന്നിടം വരെ, സമാപനം വരെ ആ ദീപശിഖ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണം വരെയും നമ്മൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളും. കർത്താവിൻ്റെ 2ാമത്തെ വരവോ നമ്മുടെ മരണമോ ഏതാണ് നടക്കുന്നതെന്ന് വെച്ചാൽ അതുവരെയും നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധ കുർബാന നമുക്ക് നൽകിയ അപ്പവീഞ്ഞുകൾ നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ തൻ്റെ മരണം വരെ കത്തിജ്വലിക്കുന്ന ഒരനുഭവത്തിൽ ജീവിക്കണം. അതുകൊണ്ട് മരണം വരെയാണ് വിദ്യാഭ്യാസം. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സോ ഡിഗ്രിയോ കഴിഞ്ഞു അവർക്കാണ് വിദ്യാഭ്യാസം എന്നുള്ളതല്ല. നമുക്കെല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്. നമ്മുടെ മരണം വരെ ആ വിദ്യാഭ്യാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഒരു ശ്ലോകം നമ്മൾ പഴയ കാലത്ത് റേഡിയോയിൽ കേട്ടിട്ടുണ്ട്. പിന്നീടാണ് ടി വിയൊക്കെ കൂടുതലായിട്ട് കണ്ടുപിടിച്ചത്. എന്നാൽ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഒരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ് കയറാൻ പോകുമ്പോൾ 2 കിലോമീറ്റർ ദൂരെ നടന്നാണ്, നെല്ലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാണ് ബസ് കയറുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നടക്കാൻ ഒരുപാട് കുട്ടികളുണ്ട്. ഇന്നിപ്പോൾ അതൊക്കെ ഓർമ്മകൾ മാത്രമാണ്. ഇന്നങ്ങനെ നടക്കുന്ന പാതയൊന്നുമില്ല. അവിടെല്ലാം റോഡായി, അതുപോലെ വീടുകളായി, വയലുകളൊന്നുമില്ല. ഇപ്പോൾ കാലങ്ങൾ മാറിപ്പോയി. 50 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്, 40 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പോൾ ഈ റേഡിയോയിൽ ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടാണ് നടന്നു പോകുന്നത്. ആ പാട്ട് ഇങ്ങനെയാണ്,
അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. കേട്ടുണ്ടോ? അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. കേട്ടുണ്ടോ? അങ്ങനെയാണ് പാടുന്നത്. ആ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആ പാട്ട് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രവേശനമാണ്. നമ്മളെല്ലാവരും ഇരുട്ടിലാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പിന്നീട് അടുത്ത വരി പറയുന്നത്, അസത്യം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള പ്രയാണമാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അതുപോലെ തന്നെ മരണകരമായ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മരണത്തിൽ നിന്ന് ജീവങ്കിലേക്കുമുള്ള യാത്രയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, പിന്നെ പറഞ്ഞത് മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക്. അതാണ് ആ ഉപനിഷത്ത് ശ്ലോകത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. നമ്മുടെ ദേവാലയത്തിൽ ഞാൻ പല പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മെഴുകുതിരി എരിയുന്നുണ്ട്. ഈ മെഴുകുതിരി എന്ന് പറയുന്നത് പഴയ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ ഗുഹകളിലും കല്ലറകളിലും പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ കത്തിച്ചു വെച്ച ഒരു തിരിയാണ്. അന്ന് മെഴുകുതിരി ചിലപ്പോൾ കണ്ടുപിടിച്ച് കാണില്ല, ചിലപ്പോൾ ചൂട്ടായിരിക്കാം, ചിലപ്പോൾ കരിയില കത്തിച്ചതാകാം. അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നത്. ആ മെഴുകുതിരി എരിഞ്ഞില്ലാതെ ആയിത്തീരുകയാണ്, അത് കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ധൂപക്കുറ്റി, മനുഷ്യൻ്റെ പാപമംഗലമായ ജീവിതം, അത് കരിയിൽ കത്തി ജ്വലിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ കത്തി ജ്വലിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം കത്തി ജ്വലിക്കുന്നവയായി തീരണം. ആ ജ്വലനം എന്ന് പറയുന്നത് മരണം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ്. മറഞ്ഞിരിക്കുന്നതും ഒളിഞ്ഞിരിക്കുന്നതും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്ന വാക്കിൻ്റെ അർത്ഥം. ഡോർമെൻറ്റ് ആൻഡ് ഹിഡൻ. ഒളിഞ്ഞിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ചില കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാഭ്യാസം എന്ന വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ PBS നമ്മൾ കഴിഞ്ഞ 10-40 വർഷമായി, അത് ഓർമ്മയുള്ള ആളുകൾക്ക് 10-40 വർഷത്തെ ഓർമ്മയിൽ എനിക്കറിയാം, BBS ചിന്താവിഷയം ടു നോ ജീസസ്, യേശുവിനെ അറിയുക എന്നുള്ളത് ഒരു 5-6 പ്രാവശ്യം ചിന്താവിഷയം എടുത്തിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആ ചിന്താവിഷയം പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അച്ഛനായ ശേഷവും ആ ചിന്താവിഷയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലീഡർമാരെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. യേശുവിനെ അറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്, ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ മുഖാമുഖം അറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. നമ്മുടെ ഈ ആരാധനയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ അനേക പ്രാവശ്യം നമ്മൾ പ്രസംഗത്തിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചിട്ടുണ്ട്, അനേക കൺവെൻഷനിലൂടെ ദൈവവചനം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വ്യക്തിപരമായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശു ആരാണ്? വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ഉണ്ടോ? യേശു എനിക്ക് നിങ്ങൾക്കും ആരാണ്? ഇപ്പോൾ 30 കുഞ്ഞുങ്ങൾ ആദ്യ കുർബാനയ്ക്ക് വരുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെ 30 പേരെ ഒരുമിച്ച് കിട്ടിയതുകൊണ്ട്, സാധാരണ ഗ്രാമപ്രദേശത്തൊക്കെ 30 പിള്ളേരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു അതിശയമാണ്. അവിടെ കിട്ടിയപ്പോൾ ഞാൻ അവർക്ക് സാധാരണ എടുക്കുന്നതിനേക്കാൾ 2 ക്ലാസ് കൂടെ കൂടുതൽ കൊടുക്കുക. കാരണം ഇനി അവരെ കിട്ടത്തില്ല. കുർബാന കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? അതുകൊണ്ട് ഇപ്പം അവരെ പഠിപ്പിക്കാവുന്നിടത്തോളം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ 30 പിള്ളേർ നമ്മുടെ ഈ പള്ളിയുടെ ഒരു അസറ്റാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ പെൺപിള്ളേരെല്ലാം അവർ വേറെ ഏതെങ്കിലും വിവാഹം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ ചെല്ലുന്നു കയറുന്ന ഭവനങ്ങളിൽ ഒരു വിളക്കായി ശോഭിക്കണം. ഇവിടെയുള്ള ആൺകുട്ടികൾ അവർ ജോലി ലഭിക്കും, ചിലപ്പോൾ വിദേശത്ത് പോകും. അപ്പോൾ ചിലരിവിടെ കാണും, അവർ അവിടെ എവിടെയായിരുന്നാലും അവർ കത്തി ജ്വലിക്കുന്നവരായിട്ട് തീരണം. അതുകൊണ്ട് അവർക്ക് പരമാവധി ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കും, യേശു എനിക്ക് നിങ്ങൾക്കും ആരാണ്? യേശു ഒരു നല്ല അധ്യാപകനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഗ്രേറ്റ് ടീച്ചർ എന്നുള്ളത് നമ്മൾ VBS പഠിച്ചിട്ടുണ്ട്. യേശു എനിക്ക് നിങ്ങൾക്കും ആരാണ്? അപ്പോൾ അതിൻ്റെ മറുപടി ഇതാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ സേവിയർ ആൻഡ് ലോർഡ്. യേശു എനിക്ക് രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനുമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം. അറിയുക എന്നുള്ളത് വിശ്വസിക്കുക എന്നുള്ള അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അറിവ് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശ്വാസമാണ് നിത്യജീവനിലേക്ക് പ്രയാണം ചെയ്യാനുള്ള അനുഭവമായി തീരുന്നത്. അതുകൊണ്ട് 3 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അറിവ്, വിശ്വാസം, നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ
ദൈവം എന്ന സത്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. തോമസിൻ്റെ ചോദ്യം, വഴി ഞങ്ങൾ അറിയുന്നില്ല, പാത അറിയുന്നില്ല എന്ന് തോമസ് യേശുവിനോട് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന്, ഞാനാകുന്നവൻ. ഇന്ന് ഈ ആരാധനയ്ക്കിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളോട് എല്ലാവരോടും പറയുന്ന ഒറ്റ വാചകമാണ്, ഞാനാകുന്നവൻ ഞാൻ ആകുന്നു എന്നുള്ളത്. വഴി, സാക്ഷാൽ വഴി യേശുക്രിസ്തു എന്നാണ് ഇവിടെ യേശുക്രിസ്തു തന്നെ വ്യക്തമാകുന്നത്. സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം, സത്യം ജഡം ധരിച്ചതാണ് യേശുക്രിസ്തു, സത്യം ജഡം ധരിച്ചതാണ് യേശുക്രിസ്തു. ജീവൻ, യേശുവിനും ജീവനും വളരെ പ്രാധാന്യമുണ്ട്. ജീവൻ്റെ ഉറവിടമാണ് യേശു. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ സോഴ്സ് ഓഫ് ലൈഫ്. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനാണ്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ഞാൻ 2 ആഴ്ച മുമ്പ് ഭദ്രാസന കളക്ഷന് സെൻറ് തോമസ് പള്ളിയിൽ പോയപ്പോൾ അവിടെ പ്രസംഗിച്ചത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. ഇവിടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊരു 10 പ്രസംഗങ്ങൾ ചെയ്യാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്, അതിൻ്റെ സമയമാകുമ്പോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ സോഴ്സ് ഓഫ് ലൈഫ്. യേശു ക്രിസ്തു ജീവൻ്റെ ഉറവിടമാണ്. ഇത് ജീവനുള്ളവരുടെ ആഘോഷമാണ്. നമ്മൾ സെലിബ്രേഷൻ നടത്തുന്നത് എപ്പോഴാണ്? സെലിബ്രേഷൻ നടത്തുന്നത് നമ്മുടെ ജന്മദിനത്തിന് സെലിബ്രേഷൻ നടത്തും അല്ലേ? ഇടയ്ക്ക് ഞാനൊരു ദിവസം ചോദിച്ചു, നമ്മുടെ വിവാഹത്തിന് വാർഷികത്തിന് സെലിബ്രേഷൻ നടത്തും, മരണത്തിന് നമ്മൾ സെലിബ്രേഷൻ നടത്തത്തില്ല. എന്നാൽ ഇന്ന് മരണത്തിന് അറിഞ്ഞോ അറിയാതെയോ മരണം എന്ന് പറയുന്നത് സെലിബ്രേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഉടുത്തൊരുങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. പാടാൻ പ്രത്യേകം ആളുകളെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛന്മാർ ഓരോരുത്തർ 2 മിനിറ്റ് ഇടവിട്ട് അച്ഛന്മാർ ചെല്ലും, അവർ പാടും. പാവപ്പെട്ട ഉപദേശിമാരുണ്ടെങ്കിൽ അവർ ഫുൾ ടൈം അവിടെ നിന്ന് പാടും. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണ്. കൂട്ടായ്മക്കാരുണ്ടെങ്കിൽ അവർ പാടും. വീട്ടുകാർ ഒരുങ്ങി റെഡി ആയിരിക്കുകയാണ്. ഇന്ന് മരണം എന്ന് പറയുന്നത് ദുഃഖത്തിൽ നിന്ന് ഇന്ന് സന്തോഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. എല്ലാം ജനറലൈസ് ചെയ്യുകയല്ല, ഇന്ന് ഒരുപാട് ഭവനങ്ങളിൽ ഞാൻ ഇന്ന് കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ സെലിബ്രേഷൻ നടത്തുന്നത് സന്തോഷം വരുമ്പോഴാണ്. നമ്മുടെ ഈ ആരാധന എന്ന് പറയുന്ന ഒരു സെലിബ്രേഷനാണ്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ആണ് നമ്മുടെ വിശുദ്ധ കുർബാന. ജീവനുള്ളവർ ആണ് ഈ വിശുദ്ധ കുർബാന സെലിബ്രേറ്റ് ചെയ്യുന്നത്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും എന്തോ ചെയ്യുന്നില്ല ദൈവത്തെ. അതുകൊണ്ട് ജീവനുള്ളവരെല്ലാം കൈയുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ആമീൻ, പ്രൈസ് ലോർഡ്. ഞാൻ ഒരു പള്ളിയിൽ സർവീസ് ചെയ്തപ്പോൾ അവിടെ ആദ്യം എന്നോട് പറഞ്ഞ് ഈ ഉപദേശിമാരെയൊന്നും പ്രസംഗിക്കാൻ വിളിക്കരുത്. ഞാൻ പറഞ്ഞു അതെന്താ? അവർ ഓരോന്നൊക്കെ പറയും. ഞാൻ അന്വേഷിച്ചപ്പം മനസ്സിലായി ഉപദേശിമാരല്ല ഇവളൊക്കെ പറയും. ഞാൻ പറഞ്ഞു ഞാൻ അതിനേക്കാളും കൂടുതൽ പറയും. അപ്പോൾ അവിടെ ചില ആളുകൾ മദ്യപിക്കുന്നവരും അല്ലാത്ത ചില സാമൂഹിക തിന്മകളുള്ളവരുണ്ട്. അവരിതെല്ലാം വിളിച്ചു പോകും, അതുകൊണ്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു 4 ദിവസം കൺവെൻഷൻ ഉണ്ടെങ്കിൽ 2 ദിവസം ഉപദേശിയും 2 ദിവസം അച്ഛനും ആയിരിക്കും എന്ന് പറയും. അപ്പോൾ ഈ അച്ഛനാണെങ്കിലും ഉപദേശിയാണെങ്കിലും വരുന്നതിന് മുമ്പേ ഞാൻ പറയും എല്ലാവരും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നയിക്കണമെന്ന് പറയും. ചുമ്മാ നയിച്ച് ഇളക്കപ്പെരുക്കം നടത്തിച്ച് പോകുന്നതിലല്ല. അപ്പം ഇല്ല കരിയില അളവുന്ന പോലെ ഒരു വണ്ടി പോകുമ്പം കുറച്ച് കരിയില അളവും, പിന്നെ അതവിടെ കിടക്കും, പിന്നെ അടുത്ത കരിയില അളവും. ഒരു കൺവെൻഷൻ വരുമ്പോൾ നമ്മൾ ഇളക്കപ്പെരുക്കം ഉണ്ടാവും, അടുത്ത കൺവെൻഷൻ വരെ നോക്കിയിരിക്കും, പിന്നെ ഇളക്കപ്പെരുക്കം. അതല്ല, ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്മൾ എല്ലാവരെയും ഒന്ന് കമ്മിറ്റ്മെൻറ്റിലേക്ക് നയിക്കണമെന്ന്. അപ്പോൾ ഒരു സുവിശേഷം പ്രസംഗിച്ചപ്പോൾ കൈ ഉയർത്താൻ പറഞ്ഞു. ഒരാളുടെ കൈ ഇത്രയേ പൊങ്ങിയുള്ളൂ. കാരണം അയാൾക്ക് കൈ പൊക്കുന്ന നാണക്കട. അപ്പോൾ ഉപദേശി പറഞ്ഞു അവിടെ ഇരിക്കുന്ന അച്ഛൻ പകുതിയെ കൈ ഉയർത്തുള്ളൂ, അരക്കയ്യെ പൊങ്ങിയുള്ളൂ, അരക്കയ്യനായിരിക്കുകയാണ്, കൈ നല്ല ഉറപ്പൊക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി ആമീൻ പറഞ്ഞു. ഇന്ന് ഒരുപാട് പേർക്ക് നിന്ന് ഒരു നാണക്കേടാണ്, ദേവാലയത്തിൽ വന്ന് ആമീൻ പറയാൻ നാണക്കേടാണ്. മർത്തോമക്കാരെ, സുറിയാനിക്കാരെ, പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഹല്ലേലൂയായുടെയും സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും പ്രാർത്ഥനയായിരുന്നു. അതിൻ്റെ സന്താനപരമ്പരകളാണ് എളമ്പൽ ജെറുസലേം മാർത്തോമ പള്ളിയിലിരിക്കുന്ന ദൈവജനം. നമുക്ക് കൈ ഉയർത്തി ആമീൻ പറയാം. ആമീൻ. അതുകൊണ്ട് ജീവനുള്ളവരുടെ ആഘോഷമാണെന്ത്? വിശുദ്ധ കുർബാന. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ജീവൻ്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സത്യവും ജീവനും യേശുവിൽ ജഡാവതാരം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സത്യവും ജീവനും യേശുവിൽ ജഡാവതാരം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
ദൈവത്തിൻ്റെ സത്യവും ജീവനും യേശുക്രിസ്തുവിൽ ജഡാവതാരം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൂർണ്ണ വെളിപാടാണ് ക്രിസ്തു എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്വന്തം നേട്ടത്തിനു വേണ്ടി അവരൻ്റെ ജീവന് വില നൽകാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം സുരക്ഷിതമില്ലായ്മ ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. സ്വന്തം നേട്ടത്തിനു വേണ്ടി അവരൻ്റെ ജീവന് വില നൽകാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യന് സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ പത്രത്തിൽ കുറച്ച് ആളുകൾക്ക് മുമ്പ് വായിച്ചു ഒരു വലിയ വാർത്ത, ഒരു ദുരന്ത വാർത്ത. തിരുവനന്തപുരത്ത് ധനാഢ്യനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ പേര് കേടൽ എന്നാണ്. കേടൽ, അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹം തട്ടുംപുറത്താണ് കഴിയുന്നത്. തട്ടുംപുറത്ത് നിന്ന് തട്ട് കണ്ടിട്ടില്ലേ? തട്ടുംപുറമുള്ള വീട് കണ്ടിട്ടില്ലേ? അദ്ദേഹം കഴിയുന്നത് തട്ടുംപുറത്താണ്. ഈ ലോക സുഖ സൗകര്യങ്ങളെല്ലാം മാറി തട്ടുംപുറത്താണ് ജീവിക്കുന്നത്. തട്ടുംപുറത്തിരുന്നിരുന്നിരുന്ന് ദൈവസേവയ്ക്ക് പകരം സാത്താൻ സേവയാണ് അദ്ദേഹം നടത്തിയത്. സാത്താൻ പൂജയാണ് നടത്തിയത്. കേടൽ എന്ന് പറയുന്ന ചെറുക്കൻ അവൻ്റെ കുടുംബത്തിലുള്ള 4 പേരെ കൊന്നു. അപ്പനെയും അമ്മയും വല്യമ്മയും അവൻ്റെ ഒരു സഹോദരിയും കൊന്നു. 4 പേരെ കൊന്നു. അവൻ ജയിലിലാണ്. കേടൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. തട്ടുംപുറത്താണ് ജീവിക്കുന്നത്. സാത്താനെ സേവിച്ചുകൊണ്ട് തട്ടുംപുറത്ത് ജീവിക്കുകയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകം ഓർക്കുകയാണ്, നിങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലാനാണ് ഉപകരിക്കുന്നതെങ്കിൽ നിങ്ങൾ അന്ധകാര ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരിക്കലും ആ വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ദൈവത്തിൽ നിന്ന് അകലാനാണ് ഉപകരിക്കുന്നതെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നേരായ പാതകളുടെ തിരഞ്ഞെടുപ്പാണ് വിദ്യാഭ്യാസം. ശരിയായ പാതകളുടെ സെലക്ഷനാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് സാധാരണ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ പറയും, 10ാം ക്ലാസ് ആകുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കണം, നിങ്ങൾ അടുത്ത ഭാവി ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറയും. ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒരു വിവാഹത്തെക്കുറിച്ച്, ഒരു കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ പ്രാർത്ഥിക്കണം. വി മസ്റ്റ് പ്രേ ഫോർ അവർ അൺനോൺ പാർട്ട്നേഴ്സ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ സെലക്ഷൻ ഭംഗിയായിരിക്കണം. അവിശ്വാസികളുമായി നിങ്ങൾ ഇണയില്ലാപ്പിണ പറ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാ? എളമ്പ പള്ളിയിലെ ഒരു ചെറുക്കനോ പെണ്ണോ, അതിലൊക്കെ താമസിക്കുന്ന ഒരു അതർ കാസ്റ്റ്, അങ്ങനെയാണോ? നോ, അതുമാകാം. എളമ്പ പള്ളിയിൽ വരുന്ന ഒരുപാട് പേര് അവിശ്വാസികളുണ്ട്. ഒരു വീട്ടിൽ നിന്ന് അപ്പൻ പള്ളിയിൽ പോകാൻ ഒരുങ്ങുമ്പോൾ പള്ളിയിൽ വരാൻ ആഗ്രഹിക്കാത്ത അമ്മയുണ്ട്, മക്കളുണ്ട്, അവിശ്വാസികളാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, അവിശ്വാസികളുമായി നിങ്ങൾ ഇണയില്ലാപ്പിണ കൂടരുത്. മറ്റേത് നമ്മൾ മനസ്സിൽ വെച്ചോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ആദ്യം പറഞ്ഞ അതർ കാസ്റ്റ് അതായിക്കോട്ടെ, എന്നാൽ വിശ്വാസികളുമായിട്ട് മാത്രമേ നിങ്ങൾ കൂടാവൂ. അതുകൊണ്ട് നമ്മുടെ സെലക്ഷൻ കറക്റ്റ് സെലക്ഷൻ ആയിരിക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ടല്ല, ദൈവത്തോട് അടുക്കുന്ന വിദ്യാഭ്യാസമായിരിക്കണം. മറ്റൊന്ന് ഓർക്കേണ്ടത്, അറിവിൻ്റെ വ്യാപ്തിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 1986 കാലഘട്ടത്തിൽ 84-86 ഞാൻ എസ് എൻ കോളേജിൽ, കൊല്ലത്ത് എസ് എൻ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നു, അന്ന് ടി വി ഒന്നും വലുതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങുഞ്ഞൊക്കെ ഓരോ ടി വി, അന്ന് ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് ടി വിയൊക്കെ ഞാൻ കുറച്ച് പേര് വാങ്ങിച്ചൊക്കെ തുടങ്ങി. അപ്പോൾ ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് പെൺകുട്ടികൾ കോളേജിൽ PG ക്ലാസ്സിലെ കുട്ടികളാണ്, മുതിർന്നവരാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ അവരുടെ പുസ്തകമൊക്കെ അവരില്ലാത്ത സമയത്ത് ഞാൻ ചിലപ്പോൾ എടുത്ത് നോക്കും. അപ്പോൾ ഒരുപാട് സിനിമാ നടന്മാരുടെ ഫോട്ടോ ആ പുസ്തകത്തിനകത്ത് വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൺപിള്ളേർ ജയൻ്റെ പടം ഉൾപ്പെടെ ഒരുപാട് സിനിമാ നടിമാരുടെ പടമൊക്കെ വെച്ചുകൊണ്ട് നടക്കും. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായ ഈ വൃത്തികെട്ടവന്മാരെ ചുമക്കുന്നവനെ ഒക്കെ നമ്മൾ സമ്മതിക്കണം എന്നുള്ളത്. ഇന്ന് അനുഗമിക്കാനൊരു നേതാവ്, നമ്മൾ ഫോളോ ചെയ്യാനൊരു മുദ്രാവാക്യം, വിളിക്കാനൊരു മുദ്രാവാക്യം, ചേർന്ന് പ്രവർത്തിക്കാനൊരു പാർട്ടി, വിശ്വസിക്കാനൊരു പ്രത്യയശാസ്ത്രം, നമ്മൾ കൈകാര്യം ചെയ്യാനൊരു പുസ്തകം, ഇതില്ലാത്ത ഒരു മുദ്രാവാക്യമില്ലാത്ത, ഒരു നേതാവില്ലാത്ത, ഒരു സാമൂഹിക വ്യവസ്ഥ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസം പോകുന്നത്. നമ്മുടെ റോൾ മോഡൽസൊക്കെ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായേ ഇതുപോലെയുള്ള വൃത്തികെട്ട സംസ്കാരത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഗ്രേറ്റ് ടീച്ചർ. ഇന്ന് ലോകത്തിൽ അനേക ശക്തികൾ
ക്രിസ്തുനാമത്തെ തകർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനെ തകർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. നാടകങ്ങളിലൂടെ, സിനിമകളിലൂടെ ക്രിസ്തുമാർഗത്തെ തകർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഉദിക്കുന്ന സൂര്യനെ പോലെ ഓരോ ദിവസവും യേശു ക്രിസ്തുവിൻ്റെ കുരിശ് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എളമ്പപ്പള്ളി തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ 4-1 പോലും ആളില്ലായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അനേക മടങ്ങ് ആളുകൾ ഇന്ന് ദേവാലയത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങൾക്ക് അനുഗമിക്കുവാനുള്ള ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന മനുഷ്യൻ ബോംബെയിൽ വന്നു. കേട്ടിട്ടുണ്ടോ മൈക്കിൾ ജാക്സനെ? കേട്ടിട്ടില്ലേ? നമ്മൾ വേദവസം കേട്ടിട്ടില്ലെങ്കിലും മൈക്കിൾ ജാക്സനെ അറിയാം. അപ്പോൾ പോകുന്ന പോക്കിന് ഒരുപാട് ക്രൗഡ് കൂടി ഒരു പെങ്കൊച്ചിന് ഒരു ചുംബനം കൊടുത്തു. ആ കൊച്ച് 4 ദിവസം കുളിച്ചില്ല. കാരണം മൈക്കിൾ ജാക്സൻ്റെ ആ ഉമ്മയുടെ ഗന്ധം എത്ര നല്ലതാണെന്ന് പറഞ്ഞ് അവൾ റോൾ മോഡലായി, മൈക്കിൾ ജാക്സനെ റോൾ മോഡലായി കൊണ്ടുനടന്ന അവൾ 4 ദിവസം കുളിച്ചില്ല. ഇങ്ങനെയുള്ള ഒരുപാട് റോൾ മോഡലിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഗ്രേറ്റ് ടീച്ചർ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദി ട്രൂത്ത്, വേ ആൻഡ് ലൈഫ്. ഐ ആം ദി ട്രൂത്ത്, വേ ആൻഡ് ലൈഫ് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഞാനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ? സൺഡേ സ്കൂളിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ അറിയുമോ? പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞോട്ടെ. എന്തുവാ? സെക്കൻഡ് ബെഞ്ച് 2 അധ്യാപകർ ഇരിപ്പുണ്ടല്ലോ, പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞുതരാം. കം ടു ജീസസ് ആൻഡ് ബ്രിങ് എവരി ചൈൽഡ് ടു ജീസസ്. യേശുവിലേക്ക് വരിക, കുഞ്ഞുങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരിക. ആരും മറന്നു പോരുത്. അധ്യാപകർക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഇടാൻ പോകാൻ. ഇനി കം ടു ജീസസ് ആൻഡ് ബ്രിങ് എവരി ചൈൽഡ് ടു ജീസസ്. യേശുവിലേക്ക് വരിക, യേശുവിലേക്ക് കൊണ്ടുവരിക. അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും പുസ്തകത്തിൻ്റെ പുറത്ത് ഈ മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് 5 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? 5 കാര്യങ്ങൾ നടക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ കൊടുക്കുകയാണ്. രണ്ടാമത് വേദപുസ്തകം കൊടുക്കുകയാണ്. 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസ്യമാണെന്നും രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ള സകലവും അടങ്ങിയിട്ടുണ്ടെന്നും പഠിപ്പിക്കുകയും അത് കുഞ്ഞുങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നെന്തുവാ? യേശു ക്രിസ്തുവിനെ കൊടുക്കണം. രണ്ടാമത് ബൈബിൾ കൊടുക്കണം. ഇപ്പോൾ 2-3 പ്രസംഗങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ? എനിക്ക് ഒരു 4 കുട്ടികളെ പഠിപ്പിക്കാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഞാൻ BA പാസ്സാവണം, MA പാസ്സാവണം. BA എന്ന് പറഞ്ഞാൽ ബോൺ അഗെയിൻ, MA എന്ന് പറഞ്ഞാൽ മീറ്റ് അഗെയിൻ. ഉണ്ടോ? അപ്പോൾ ഇത് 2ഉം പാസ്സാവണം ഞാൻ പഠിപ്പിക്കണമെങ്കിൽ. അപ്പോൾ എനിക്ക് പഠിപ്പിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ ഇത്രയും കൊടുക്കുകയാണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. ഒന്ന് കൊടുക്കുന്നത് എന്തുവാണ്? യേശുവിനെ കൊടുക്കണം. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ സേവിയർ ആൻഡ് ലോർഡ്. 2, 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. പിന്നെന്താ കൊടുക്കുകയാണെന്നറിയാമോ? പിന്നെ കൊടുക്കുന്നത് ചർച്ചിനെ കുറിച്ച് അവർ പഠിക്കണം. ചർച്ച്, സഭ എന്താണ്? വർത്തമാന സഭയാണോ? അമ്മിണി സഭയാണോ? ഓർത്തഡോക്സ് സഭയാണോ? ശാന്തമ്മ സ്തോത്രമാണോ? അല്ല. വെട്ടിക്കാട് സഭയാണോ? ഇതൊന്നുമല്ല. ഇതെല്ലാം ഒരു ലേവലുകൾ മാത്രമാണ്. എന്നാൽ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുസഭയാണ്, ശരീരമാണ്. ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. സഭയെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. സഭയെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക മാത്രമല്ല, അത് കൊടുക്കുമ്പോഴാണ് ലോയൽ ടു ദി ചർച്ച്, ഫെയ്ത്ത്ഫുൾ ടു ദി ചർച്ച്. അവർ സഭയോട് വിശ്വസ്തതയും കൂറുമുള്ളവരായിത്തീരുന്നത്. രാവിലെ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കുമ്പം കണ്ണടച്ച് കൈകൂപ്പി നിൽക്കണം. അതാണ് വലിയ ആരാധന. ഒരു 10 പ്രസംഗം ചെയ്തതിനേക്കാളും എത്രയോ വലിയ വിദ്യാഭ്യാസമാണ് നൽകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് കൈകൂപ്പിക്കണം. എല്ലാ സുറിയാനിക്കാരൻ്റെയും മക്കൾ പ്രാർത്ഥിക്കാൻ കൈകൂപ്പിക്കണം. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുട്ടിയെങ്കിലും വീട്ടിൽ കാണുമല്ലോ, പകുതി പേർക്കെങ്കിലും. ബാക്കിയുള്ളവരെല്ലാം വിദേശത്ത് പോയി കാണും. എന്നാൽ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്നുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രാർത്ഥിക്കുമ്പം കൈകൂപ്പി കണ്ണടയ്ക്കാനായിട്ട് പഠിക്കണം. ചർച്ചിനെ കുഞ്ഞുങ്ങൾക്ക് നൽകണം. അപ്പം 3 കാര്യങ്ങൾ കൊടുക്കണം. ഒന്നെന്തുവാ? 1 യേശുവിനെ കൊടുക്കണം. 2 ബൈബിൾ കൊടുക്കണം. 3 ചർച്ചിനെ കൊടുക്കണം. ഇനി 2 കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. സൊസൈറ്റി, സമൂഹത്തെ കുഞ്ഞുങ്ങൾ അറിയണം. പുസ്തകക്കുഴികളായി ബ്രോയിലർ കോഴി പോലെ വളർന്നിട്ട് കാര്യമില്ല.
പത്രം വായിക്കണം എന്ന് നോക്കിയതേ ഉള്ളൂ, സമയം കിട്ടില്ല. ഇനി ഇന്ന് നാളെ എല്ലാം കൂടെ നാളെ വായിക്കത്തുള്ളൂ. നാളെ ഫ്രീ ആയതുകൊണ്ട് നാളെ മാത്രമേ വായിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സമൂഹത്തെ അറിയണം. സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്, എന്തൊക്കെയാണ് സമൂഹത്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സമൂഹത്തെ അറിയണം. നാടിനെ അറിയണം, നാട്ടുകാരെ അറിയണം. നാടിനെ അറിയാതെയും നാട്ടുകാരെ അറിയാതെയും ജീവിക്കുവാൻ വലിയ പാടാണ്. സൊസൈറ്റി, ടു നോ സൊസൈറ്റി. അഞ്ചാമത് സെൽഫ്, നമ്മളെ തന്നെ അറിയണം. ഒരു സ്വയാബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദി ട്രൂത്ത്, വേ ആൻഡ് ലൈഫ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യേശുവിനെ അറിയുക, യേശുവിലൂടെ ദൈവത്തെ അറിയുക, ദൈവത്തിലൂടെ യേശുവിനെ അറിയുക. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ എന്നുള്ള ആ സത്യത്തെ മനസ്സിലാക്കി ജീവിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം ദൈവത്തിൽ നിന്ന് അകലുവാനല്ല, ദൈവത്തോട് അടുക്കുവാനുള്ള പ്രക്രിയയായിട്ട് തീരണം. ഈസ് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ഗോഡ്. ഗീവ് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ഗോഡ്. ഗീവ് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ഗോഡ്. എടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസം ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിശ്ചയപ്പെട്ട കോരി സാറ് ഇപ്പോൾ മൈക്കിലൂടെ പ്രാർത്ഥിക്കുന്നതാണ്. മൈക്ക് കൊടുത്താട്ട്, മൈക്ക് കൊടുത്തരുമാണ് പ്രാർത്ഥിക്കുക. എത്ര നല്ലവൻ മതിയായവൻ കരുതും നഖ കൃപയിൽ ഞാൻ ആശ്രയിച്ച